അപ്പോൾ കൂട്ടുകാരെ, കുറേ നാൾക്ക് ശേഷം നമ്മൾ പിന്നെയും തിരിച്ചു വന്നിരിക്കുകയാണ്. പാറുവിന് ചെറിയ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പിന്നെയും കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിചാരിച്ചു സുപ്രീമിൽ പോയിട്ട് ഒരു ക്രീം ബൺ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്ന് ഒരു ചേച്ചി നമ്മളെ തന്നെ നോക്കുന്നുണ്ടെന്ന് ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി ക്രീം ബൺ ഉണ്ടോ എന്ന് ചോദിച്ചു. തീർന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനിലായി. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു വെറും കൈയോടെ എങ്ങനെ ഇറങ്ങും. പിന്നെ നമ്മളൊരു ചോക്കോലാവ കേക്ക് ട്രൈ ചെയ്യാമെന്ന് വെച്ചു സുപ്രീമിൽ നിന്ന്. അങ്ങനെ അത് മേടിച്ച് ഇതാ വന്ന് കാറിലിരുന്ന് ഓപ്പൺ ചെയ്ത് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ കഴിച്ചു തുടങ്ങി. അതിൻ്റെ റിവ്യൂ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ സുപ്രീമിൽ നിന്ന് കാര്യമായിട്ട് വാങ്ങിച്ച ചോക്കോലാവയുടെ റിവ്യൂ പറയാനാണെങ്കിൽ, പണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പാർലേജി ബിസ്ക്കറ്റിനെ കരിച്ച് ഉണക്കി അതിനൊരു മറ്റേ ചോക്ലേറ്റിൻ്റെ ദ്രാവകത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ട്. നല്ല സൂപ്പർ സാധനം, ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെന്തായാലും ഡോമിനോസിൽ നിന്ന് വാങ്ങിച്ചത് കൊള്ളായിരുന്നു. ഇതിനേക്കാളും ഫാർ ബെറ്ററായിരുന്നു. നമ്മളിത് കുറച്ച് നാൾ മുന്നേ എന്തോണം അല്ലേ നമ്മൾ മേടിച്ചത്, കുറച്ച് നാളാകും, കല്യാണം കഴിഞ്ഞ സമയത്ത്. ഓക്കെ അപ്പോൾ ആ സമയത്ത് മേടിച്ചതായിരുന്നു. അപ്പോൾ എന്നിരുന്നാലും നല്ല ഇപ്രാവശ്യത്തെ പ്ലാൻ ചെറുതായിട്ടൊന്ന് ചീറ്റി. ഇനി നമുക്ക് എന്തായാലും മാക്കാച്ചിയുടെ പായസക്കടയാണ് ഇനി ഏക പ്രതീക്ഷ. നോക്കാം അടുത്ത എന്താണെന്ന്. ഓക്കെ അങ്ങനെ നമ്മൾ മഴയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നിട്ട് വിചാരിച്ചു മാക്കാച്ചിയുടെ പായസക്കട മാറ്റി പിടിക്കാം, പോവാത്തൊരു പുതിയ സ്പോട്ടിലോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ തപ്പി കണ്ടുപിടിച്ച സ്പോട്ടാണ് അമ്പലമുക്കുള്ള ഊച്ചായ. നല്ല അടിപൊളി സ്പോട്ടായിരുന്നു. ഒരു വേറിട്ടൊരു ആംബിയൻസ് ആയിരുന്നു. നമ്മൾ ട്രിവാൻഡ്രത്ത് ഇതുവരെ കാണാത്തൊരു ടൈപ്പ് ആംബിയൻസ് ആയിരുന്നു. ലൈവ് മ്യൂസിക്കും അതുപോലെ അടിപൊളി ചായയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. നമ്മളിവിടെ നിന്ന് ട്രൈ ചെയ്ത ഒരു ചിക്കൻ ഫെറ്റയർ, ഒരു കസ്റ്റർഡ് ബൺ, ഒരു ഊച്ചായ ടീ, ഒരു ഊച്ചായ കോഫി ആയിരുന്നു. അത്യാവശ്യം നൈസായിരുന്നു, മോശമൊന്നും പറയാനില്ല. ബട്ട് വർത്ത് ആയിരുന്നു. ലൈക്ക് ആംബിയൻസ് വർത്ത് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഞാനും പാറും കുറേ നേരം സംസാരിച്ചിരുന്നു അവിടെ. നല്ല ആംബിയൻസ്, നല്ലൊരു മൂഡായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിക്ക് പിന്നെ അതിന് ശേഷം വർക്ക് ഉണ്ടായിരുന്നു, ഷിഫ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്നിട്ട് അതുപോലും ആലോചിക്കുന്നത് കുറേ നേരം അവിടെ ഇരുന്നു പോയി. നല്ലൊരു പ്ലേസ് ആയിരുന്നു. ഈവനിങ്സ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു. ഇനി നമ്മളിവിടെ വരാമെന്നാണ് ആലോചിക്കുന്നത്. അപ്പോൾ റംബാഹോയ് അടുത്ത വീഡിയോ കാണാം.